ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു ചെറിയൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവൾ കുറേ നേരമായിട്ട് ഇങ്ങനെ ഓരോ കണ്ടന്റ് ഉണ്ടാക്കുന്നത്, പക്ഷേ അത് വർക്കൗട്ട് ആകുന്നില്ലെന്ന് കണ്ട് എൻ്റെ അടുത്ത് പരാതി പറഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു പരിപാടി ഞാൻ തട്ടിക്കുട്ടി പ്ലാൻ ചെയ്തു. സോ അധികം ലഗടിപ്പിക്കുന്നില്ല, കാര്യം എന്താണെന്ന് വെച്ച് പറഞ്ഞുതരാം. എന്താണെന്നറിയോ, ഞാൻ ടോട്ടൽ 15 ചോദ്യങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. 15 ചോദ്യങ്ങളിൽ ആദ്യത്തെ 5 ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ജനറലി സാധാരണ ഒരു ആളെന്ന നിലയ്ക്ക് അറിയുന്നതാണ്. പക്ഷേ ജനറൽ നോളജോ അല്ലെങ്കിൽ വലിയ ഇൻ്റർനാഷണൽ ചോദ്യങ്ങളൊന്നുമല്ല. ദിവസവും നീ കാണുന്നതോ അല്ലെങ്കിൽ നിൻ്റെ ലൈഫിൽ നീ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റൊട്ടീനിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 5 ചോദ്യങ്ങൾ കഴിഞ്ഞ് പിന്നെ 5 ചോദ്യങ്ങൾ. ഇവളിപ്പോൾ ഒരു വർഷം എൻ്റെ കൂടെ നിൽക്കുന്നു, എന്നെ പറ്റി എത്രയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചാണ്. പിന്നെ അവസാനത്തെ 5 ചോദ്യം, ഇവിടെ ഈ 10 ചോദ്യങ്ങൾക്കും വലിയ ഉത്തരങ്ങളൊന്നും പറയാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവസാനത്തെ 5 ചോദ്യം ഞാൻ ഇവളുടെ ആൻസറിന് വേണ്ടിയിട്ട് ഇവളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, ഇവളെക്കുറിച്ച് തന്നെ. അപ്പം നമുക്ക് അധികം ലാഗടിപ്പിക്കുന്നില്ല, ഞാൻ അതിൻ്റെ ചോദ്യത്തിലോട്ട് കിടക്കുകയാണേ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, മലയാള മനോരമ കലണ്ടറല്ലേ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നത്? അതെ. മലയാള മനോരമ കലണ്ടർ ഒരു വർഷത്തിൽ എത്ര തവണ മിനിമം അതിന്റെ പേജുകൾ മറിക്കണം? അഞ്ചാണോ? എങ്ങനെ? റീസൺ? ജനുവരി മാസം എത്ര പേജിലുണ്ടോ? ജനുവരിയിൽ 2 ഉണ്ടാവും. അല്ല, ഒരു ഭാഗം ജനുവരി, മറുഭാഗം വേറൊന്ന്. അപ്പൊ 2 മാസമായി. ശരിയാണോ? അതെ, അങ്ങനെ വരുന്നത്. 5 തവണയാ? 5 തവണ മറിച്ച് ഡിസംബർ എത്തിക്കോളൂ അല്ലേ? അല്ല, 6 തവണ. കാരണം 12 മാസല്ലേ, അപ്പൊ 6 തവണ മറിക്കട്ടെ. 6. ഉറപ്പല്ലേ? ഉറപ്പാ. ജനുവരിയുടെ മണ്ടയിൽ ഒരു പടം ഉണ്ടാവേ. ജനുവരിയുടെ പുറകിൽ ഫെബ്രുവരി മാർച്ച് ഒരു സ്റ്റെപ്പാണ്, അതിന്റെ പുറകിൽ ഏപ്രിൽ മെയ് ഒരു സ്റ്റെപ്പാണ്, ജൂൺ ജൂലൈ ഒരു സ്റ്റെപ്പാണ്. അങ്ങനെയാണല്ലേ? കണക്കോട്ടുന്നതിന് കുഴപ്പമില്ലല്ലോ. ജനുവരി പിന്നെ അതിന്റെ ശരി തന്നെ വേറെ കാര്യങ്ങൾ എഴുതിയിരുന്നത് അതെനിക്കറിയാം. പിന്നെ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ 4 തവണ. നിങ്ങളെല്ലാവരും ഒന്ന് മറിച്ച് നോക്കണം, നിങ്ങളുടെ വീട്ടിലുള്ള കലണ്ടർ മറിച്ച് നോക്കിയിട്ട് എത്ര തവണ മറിക്കാൻ പറ്റുമെന്ന് പറയണം. 5 ആണെന്ന് തോന്നുന്നു. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. ആൻസർ ഇല്ലേ? ആൻസർ ഇത് കമന്റേഴ്സിന്. രണ്ടാമത്തെ ചോദ്യം, 10:10 ഈ സമയം ക്ലോക്കിൽ കാണിക്കുമ്പോൾ ക്ലോക്കിൽ സൂചിയുടെ സ്ഥാനം എവിടെയൊക്കെ ആയിരിക്കും? അതായത് കുഞ്ഞു സൂചി എവിടെ, വലിയ സൂചി എവിടെ, സെക്കൻഡ് സൂചി എവിടെയാണ്? മണിക്കൂർ സൂചി 10-ലുണ്ടാവും, വലിയ സൂചി 10-ലുണ്ടാവും. അങ്ങനെയല്ലേ 10:10 ആവുന്നത്? അങ്ങനെയാണോ 10:10? അതെ. ഒരു മിനിറ്റ് സൂചിയും 10-ലുണ്ടാവും. മിനിറ്റ് സൂചി കറങ്ങിക്കൊണ്ടിരിക്കും. സെക്കൻഡ് സൂചി കറങ്ങിക്കൊണ്ടിരിക്കും. സെക്കൻഡ് സൂചി കറങ്ങിക്കൊണ്ടിരിക്കും. കൃത്യം 10:10 ആയി. ക്ലോക്ക് ഇല്ല, ക്ലോക്ക് നോക്കരുത്. മണിക്കൂർ സൂചി 10-ലുണ്ടാവും. അങ്ങനെയാണല്ലോ 10 മണി എന്നുള്ളൊരു കണക്ക് വരുക. അപ്പൊ അത് കറങ്ങി കുറച്ച് മാറ്റം ഉണ്ടാവും. അതെ, 10 മണിക്കൂർ സൂചി 10-ലുണ്ടാവും. അതെ, മിനിറ്റ് സൂചി 10-ല്, അതായത് 1 അല്ല 2-ല്. മണിക്കൂർ സൂചി 10-ല് മിനിറ്റ് സൂചി 2-ലുണ്ടാവും. സെക്കൻഡ് സൂചി എങ്ങനെയാണെന്ന് അറിയില്ല. ആണെങ്കിൽ സെക്കൻഡ് സൂചി 12-ലുണ്ടാവണം. എത്ര സമയം എടുത്തു? നോക്കിയപ്പോ കിട്ടി. ഓക്കെ, ഇത് പെട്ടെന്ന് ആൻസർ പറയണം, എത്ര സമയം എടുക്കരുത്. ഓപ്ഷൻസ് ഉണ്ടോ? ഇല്ല, പെട്ടെന്ന് ആൻസർ പറയണം. ഒരു ചായ വെക്കാൻ മിനിമം എത്ര സാധനങ്ങൾ വേണം? 3. എന്തൊക്കെ? വെള്ളം, പഞ്ചസാര, ചായപ്പൊടി, പാത്രം. അല്ല, അതെല്ലാം കൂട്ടണോ? ചായന്റെ സാധനങ്ങൾ മാത്രം പോരെ? ഒരു ചായക്ക് മിനിമം എത്ര സാധനം വേണം? ആൻസർ ആയിട്ട് പറ, ഇങ്ങനെ എണ്ണി പറയല്ല. ചായ വെക്കാനോ? 1 2
6 സാധനങ്ങള്. എന്തൊക്കെ 6 പറഞ്ഞേ? ആ 6 സാധനങ്ങള്. ആ. ഒന്ന് ചായപ്പൊടി, ആ. പഞ്ചസാര, ആ. വെള്ളം, ആ. പാത്രം, ആ. അടുപ്പ്. ആ. അടുപ്പ് കട്ട് ചെയ്തോ? വിറകും തീപ്പെട്ടി മതി. അപ്പൊ അറിഞ്ഞല്ല. വിറകും തീപ്പെട്ടിയും. പാത്രം പറഞ്ഞിരുന്നോ? പാത്രമൊക്കെ പറഞ്ഞായിരുന്നു. 6 സാധനങ്ങൾ. സ്റ്റവ് ഇൻഡക്ഷൻ കുത്താപ്പൊന്നും വന്നൊന്നും അതെന്നാ പറയാ, അത് ഇത് കത്തിക്കണ്ടേ? അതാകുമ്പോ സിലിണ്ടർ മറ്റേതൊക്കെ പറയുമ്പോ ആരെ കൂടുതൽ പോകുമല്ലോ, അതുകൊണ്ട് പറയാതിരുന്നത്. ഇത് പറഞ്ഞേ പറ്റൂ, നിന്റെ ഫോണിൽ എത്ര ആപ്ലിക്കേഷൻസ് ഉണ്ട്? അത് ഡൗൺലോഡ് ചെയ്തത് മാത്രം. അത് ഫോണിൽ ഇൻബിൽറ്റ് ആയിട്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് തരും, ലൈക്ക് സെറ്റിംഗ്സ്, അതുപോലെ തന്നെ ഗൂഗിളിന്റെ ഒക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഡ്രൈവ് അത് വേണ്ട, ഡൗൺലോഡ് ആക്കിയത് എത്ര ഉണ്ട്? അല്ല അങ്ങനെ തന്നെ ഉണ്ട്. ടോട്ടൽ ഡൗൺലോഡ് ആക്കിയ ആപ്ലിക്കേഷൻസ് അതുണ്ട്. 52. ഉറപ്പാ? കാണണമായിരിക്കണം. വെരി ഗുഡ്. നിന്റെ ഫോണിൽ മിനിമം ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ 22 എണ്ണം ഉള്ളത്. അത്രേ ഉള്ളൂ? അപ്പൊ ടോട്ടലാണ് 52. ശരി, ഇനി വെറുതെ അല്ല നേരത്തെ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നത്. 5ാമത്തെ ചോദ്യം മുതൽ നീ എന്നെ കുറിച്ച് എത്ര മനസ്സിലാക്കി എന്നുള്ളതാണ്. ഇപ്പൊ ഇത്ര ചോദ്യങ്ങളിൽ ഒരെണ്ണം കറക്റ്റായിട്ട് ഒന്ന് കുറച്ച് ലാഗ് അടുപ്പിച്ചു, 2ാമത്തെ ഒരു ആൻസർ പറഞ്ഞു. ഓക്കെ ഫൈൻ. ഇനി ഒരു ചായ വെക്കണമെങ്കിൽ 7 സാധനം എന്നാണ് ഞാൻ എഴുതി വെച്ചത്, പക്ഷെ 6 ആണല്ലേ? ഓക്കെ, 6 നീ വെച്ചോളൂ. ഫോണിൽ 22 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. ഇനി എന്നെക്കുറിച്ച്, ഒരു വർഷമായില്ല എൻ്റെ കൂടെ കൂടിയിട്ട്, പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. എൻ്റെ പേഴ്സിൽ എത്ര പോക്കറ്റുകളുണ്ട്? ദൈവമേ, കുറേ ഉണ്ട്. എത്ര ഉണ്ട്? പെട്ടെന്ന് 3. ആ 3 എണ്ണത്തിൽ തന്നെ പകുതിക്കാന്ന് മുറിച്ചിട്ടുണ്ട്. അങ്ങനത്തെ സംഭവം വന്നിട്ടുണ്ട്. ഞാൻ പറയാ, നീ പറയണം. 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ആണോ? ഇതിൽ 8 പോക്കറ്റ്സ് ആണ്. അപ്പൊ പകുതി മുറിച്ചിട്ടില്ലല്ലേ? ഓക്കെ, ഞാൻ ഏറ്റവും കൂടുതൽ എഴുതാൻ ഉപയോഗിക്കുന്ന പേനയുടെ മഷിയുടെ കളർ എന്താ? ബ്ലൂ. ബ്ലാക്ക്. അവിടെ ഇരിക്കുന്ന മുഴുവൻ ബ്ലൂവാ. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ആയി. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ചെരുപ്പിന്റെ സൈസ് എത്ര? 9. ഉറപ്പിച്ചോ? ഉറപ്പിച്ചോ? എന്നാ 8 ആണ്. അയ്യോ, 3 ചോദ്യം പൊട്ട തെറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ പറ്റി ഇത് പുതിയതല്ലേ? ഇത് 8 ആണ്. ദൈവമേ, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കണം. ഓക്കെ, ഞാൻ സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വിഷയം സിനിമ. ഒരെണ്ണം കറക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ എത്ര ഭാഷ സംസാരിക്കാറുണ്ട്? ഈ നമ്പറിലോ എണ്ണി എങ്ങനെയാണ് പറയാ? 11. 11? എങ്കിൽ കുറയ്ക്കാം. 8, 7. ഞാൻ 6 ഭാഷ സംസാരിക്കാറുള്ളൂ. കന്നഡ, ബ്യാരി, തുളു, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്. ഹിന്ദി അറിഞ്ഞൂടെ? ഹിന്ദി ഫ്ലുവൻ്റ് ആയിട്ട് ഞാൻ സംസാരിക്കാറില്ല, കേട്ടാ മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ തെലുങ്ക് അതൊക്കെ നിനക്ക് കുറച്ചറിയാലോ. ഞാൻ അതും കൂടി ചേർത്തിട്ട് പറഞ്ഞത്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? സദ്യ. എന്നോട് പറഞ്ഞത് സദ്യ. പക്ഷെ നമ്മൾ തമ്മിൽ ഏറ്റവും കൂടുതൽ അടിയിടാതെ എന്ത് സാധനത്തിന്റെ പുറത്ത്? ബിരിയാണി, ചിക്കൻ. ഇന്ന് അടിയുണ്ടായോ? ഇന്ന് അടിയുണ്ടായിട്ടില്ല. ഇന്നലെ അടിയുണ്ടായിരുന്നു. അയടാ, മുട്ടയാണോ നീ ഉദ്ദേശിക്കുന്നത്? അത് ഭക്ഷണമാണോ? പിന്നെ മുട്ട കഴിക്കാതെ തല വഴി ചുറ്റിട്ട് ഒറ്റയാറാണോ? അല്ല, ഭക്ഷണമാണ്. പക്ഷെ ഭക്ഷണമായിട്ട് കഴിക്കുന്ന സാധനമല്ലോ. പിന്നെ എങ്ങനെ കഴിക്കുന്നത്? സദ്യ എന്ന് പറയുമ്പോൾ അതൊരു സെറ്റ്, ബിരിയാണി എന്ന് പറയുമ്പോൾ സെറ്റ്. ഇത് ഒരു ഭക്ഷണ സാധനമാണ്. മുട്ട ഒരു ഭക്ഷണ സാധനമല്ലേ? അല്ല, ഭക്ഷണ സാധനമാണ്. പക്ഷെ എന്ന് വെച്ചാല് അതൊരു സെറ്റ് അല്ല, അത് ചെറിയൊരു സാധനല്ലേ, അത് മാത്രം. ഈ മൈസൂർ പാക്ക് അതിനേക്കാളും ചെറിയ സാധനം, അതൊരു ഭക്ഷണ സാധനം അല്ലേ? അത് സ്വീറ്റ്സ് അല്ലേ? സ്വീറ്റ് കഴിക്കില്ല, ഞം ഞം ഞം, അതാണ് ഭക്ഷണം. ഓക്കെ, സമ്മതിച്ചു.
ഓക്കെ, എൻ്റെ 10 ചോദ്യങ്ങളിൽ എത്ര എണ്ണം സിനിമ പറഞ്ഞു കറക്റ്റ് ആൻസർ പറഞ്ഞു. അപ്പോൾ എത്ര പോയിന്റ് കിട്ടി? 3 പോയിന്റ് കിട്ടി. 10 ചോദ്യത്തിൽ 10ൽ 3 പണ്ടേ ഇനി നിനക്ക് ആ സ്കോർ ചെയ്യാനുള്ള അവസരമാണ്. ഇത് നിനക്കുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് സെഗ്മെന്റ്. ഞാൻ നിനക്കൊരു 100 രൂപ തന്നിട്ട് ഒരു ടൗണിൽ പറഞ്ഞു വിട്ടാൽ ആദ്യം വാങ്ങിക്കുന്നത് എന്തായിരിക്കും? എന്ത് വാങ്ങിക്കാവോ? ഞാൻ നിനക്കൊരു 100 രൂപ തന്നു, നിന്നെ ഒരു ടൗണിൽ പറഞ്ഞു വിട്ടു. എന്ത് വാങ്ങാം? പൈനാപ്പിൾ. പൈനാപ്പിൾ ആയിരിക്കും ആദ്യം വാങ്ങണം. ഓക്കെ, അത് കഴിഞ്ഞാൽ പേരക്ക. ഭക്ഷണ സാധനം മാത്രം, ഫ്രൂട്ട്സ് മാത്രം, വേറെ വാങ്ങിക്കരുത്. ഓക്കെ, നീ മേക്കപ്പ് ചെയ്യാൻ മിനിമം എത്ര സമയം നിനക്ക് വേണം? സാധാരണ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് വന്നിടത്ത് ഞാൻ പെട്ടെന്ന് ഒരുങ്ങി എന്ന് പറയില്ല. മിനിമം എത്ര സമയം വേണം? പെട്ടെന്ന് ഒരുങ്ങണമെങ്കിൽ 5 മിനിറ്റ്. ഏയ് വേണ്ട, നിനക്ക് കൂളായിട്ട് ഒരു മേക്കപ്പ് ചെയ്യണമെങ്കിൽ എത്ര സമയം വേണം? 20 മിനിറ്റ്. 20 മിനിറ്റ്. ഓക്കെ, കാണുന്നെന്ന് പറഞ്ഞില്ലല്ലോ നൃത്തം. യാത്ര, പുതിയ ഡ്രസ്സ്, തിയേറ്ററിൽ സിനിമയ്ക്ക് പോക്ക്. ഇത് 3 ഓപ്ഷൻസ് ഞാൻ നിനക്ക് തന്നാൽ നീ ഏത് സെലക്ട് ചെയ്യും? യാത്ര. കാരണം എന്താ? യാത്ര പോകുന്ന സ്ഥലത്ത് പുതിയ ഡ്രസ്സ് മേടിക്കാൻ അവിടെ തിയേറ്ററിൽ പോയി സിനിമയെ കാണാം അല്ലേ? ഒന്നാണെങ്കിൽ ബാക്കി രണ്ടും നടന്നുള്ളതിന്റെ പുറത്ത്. ഓക്കെ ഓക്കെ, യാത്രയല്ലേ പോകുന്നത്. അപ്പം 14ാമത്തെ ചോദ്യം യാത്ര റിലേറ്റഡാണ്. ഹിസ്റ്റോറിക് പ്ലേസ്, പാർക്ക്, ബീച്ച്, ഇതിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി കിട്ടുന്ന സ്ഥലം ഏതായിരിക്കും പോയാൽ? ഹിസ്റ്റോറിക്കൽ നിനക്കാ, അത് അത്ര കാര്യമായിട്ടില്ല. പാർക്കല്ലേ? തിരുവനന്തപുരം മ്യൂസിയത്തില് ഒന്ന് പക്ഷെ പോയതാണ്. ഇല്ല, പോയി കണ്ടുവരാൻ ഇഷ്ടം. പക്ഷെ എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ അതെന്താ ചരിത്രം വലിയ കാര്യമായിട്ട് അറിയുന്നതിനോട് വലിയ താല്പര്യമില്ല. നിനക്കതുണ്ട്. ബീച്ച്, പിന്നെ എന്നാ പാർക്ക്. പാർക്ക് എങ്ങനത്തെ പാർക്കാ? കളിക്കാൻ അതൊക്കെ ഉണ്ട്. അല്ലല്ല, അമ്യൂസ്മെന്റ് പാർക്കായിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ നോർമൽ ഒരു പാർക്ക്, അതായത് ചെന്നിരിക്കാൻ കപ്പിൾസ് ആയിട്ട് ചെന്നിരിക്കാൻ പറ്റുന്ന ഒരു പീസ്ഫുൾ ഏരിയ പാർക്ക്. ബീച്ച് മതി. 2 വർഷം മുമ്പ് ഈ ചോദ്യം ചോദിച്ചിരുന്ന പാർക്ക് എന്ന് സെലക്ഷൻ ചെയ്യുന്ന ആളായിരുന്നു. ഓക്കെ, പൂച്ചാപ്പട്ടി. ലാസ്റ്റ് ചോദ്യം, പൂച്ചാപ്പട്ടി. ഇതിൽ ഏതെങ്കിലും ഒരു പെറ്റിനെ വളർത്താൻ അവസരം കിട്ടിയാൽ ആരെ സെലക്ട് ചെയ്യും? പട്ടി. അതിനെന്ത് പേരിടും? പട്ടി ചോട്ടു. അവിടെ ഉണ്ടായിരുന്ന പട്ടിയുടെ പേര് തന്നെ ഇട്ടു. അപ്പം ചെറിയൊരു ഇതാണ്, കണ്ടന്റ് ഇല്ലാത്ത കൊണ്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്താണ് കേട്ടോ. അപ്പം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറയണം. പിന്നെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ലായിരുന്നു, എന്താ കലണ്ടർ എത്ര തവണ മറിക്കുന്നു പറഞ്ഞത്? 5 അത് നിങ്ങൾ ആൻസർ പറയണം. ഓക്കെ, സോ എനിവേ ഇനിയും ഇതുപോലെ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവളുടെ ചാനലിൽ കൂടാം. അപ്പം അതുവരെ ബൈ. അതെ, വാ ഒരു ഔട്ടർ ഡ്രോ പറയാ. ബൈ. എവിടുന്ന് വന്ന പൂച്ചയാ? ഉടമസ്ഥൻ കാണുവാണെങ്കിൽ ഒന്നൊരു ഹായ് പറഞ്ഞേക്കാം. 2 ദിവസമായി. 2 ദിവസം ഇവിടെ ഉണ്ട്. ഓക്കെ, ഉറങ്ങിക്കോ.